കാർഡ്സ് ഇട്ടാ കാർഡ്സ് കുട്ടാപ്പൂന്റെ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് കാർഡ്സ് ചെയ്തിട്ടുണ്ട്. പാത്തു ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ പാത്തുവിന് താങ്ക് യു. കൊറേ പേര് തന്നെ. അപ്പൊ കുട്ടാപ്പൂന്റെ പിറന്നാള് നല്ല അടിപൊളി ഗംഭീരായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സിങ്ങും ചെയ്ത് കഴിഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ധ്വനി NT വ്ളോഗ്സ്. അപ്പൊ നമുക്ക് കുട്ടാപ്പൂന്റെ പിറന്നാളായിട്ട് ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ടുണ്ട്. നമുക്കത് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് പൊളിച്ചു നോക്കാം എന്താണെന്നുള്ളത്. ഗംഭീര ഫോട്ടോ ആയിട്ട് കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? പിന്നെ അങ്ങനെ കാർഡ്സ് ഇട്ടാ കാർഡ്സ് കുട്ടാപ്പൂന്റെ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് കാർഡ്സ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. പാത്തു ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ പാത്തുവിന് താങ്ക് യു. വെൽക്കം. ഇനി ഇത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും കൊടുന്ന ഗിഫ്റ്റാണ്. ഇത് ഓൾറെഡി ഞാനാണ് പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ലാസ്റ്റ് പൊട്ടിക്കാം. ഇനി ഇത് ആരുടെ ഗിഫ്റ്റ് ഒന്നും അറിയില്ല. തിരക്കിന്റെ ഇടയിൽ ആരൊക്കെ തന്നു. ഏട്ടൻ ഓർമ്മയുണ്ട്. ഏട്ടന്റെ ഒരു കൂട്ടുകാരനാണ്. ഓക്കെ, കുട്ടാപ്പിന് ഒരു ഉടുപ്പാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ താങ്ക് യു. എന്തായാലും അത് അവിടെ കിട്ടിയിട്ട് ഇനി അടുത്തത് ഇത് ആരെ തന്നെന്ന് അറിയില്ല. ഡ്രസ് ആയതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ നീ കത്തി കിട്ടിയ ഇത് പൊന്നേച്ചി എന്താണോ? ഇത് നമ്മുടെ നെയ്ബറിനെ തന്നതാണ് കേട്ടോ. നല്ല ഉടുപ്പാണ്, ഇഷ്ടം. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടില് അവരൊന്നും തന്നെയാണ് കാറ്. കുട്ടാപ്പൂനി കാർ ഓടിച്ച് നടക്കാം. ആജിറാക്ക ഉണ്ടാക്കും. പ്രത്യേകം ഞാൻ പറയാണേ. ഇനി അടുത്തത് ഇതാരും തന്നൊന്നും അറിയില്ല. പക്ഷെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പാവാടിയും ഒരു ടോപ്പും. ഹിബയാണ്. നെക്സ്റ്റ് ഇതും ആരാ തന്നെന്ന് അറിയില്ല. ഒരു മഞ്ഞ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട്. ഒരു ഉടുപ്പ്. ഇതാണ്. ഇതും എനിക്ക് ആരെ തന്നെന്ന് അറിയില്ല. ആണോ? ഇത് പാത്തുവിന്റെ ഉമ്മ കൊടുത്തതാണ്. ഇത് പിന്നെ ഒരു താങ്ക് യു പാത്തുവിന്റെ ഉമ്മ ഷജത്ത്. പിന്നെയുള്ള ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ഞാൻ സ്പീഡാക്കിയിട്ടാണ് ഇട്ടത്. കാരണം വേറെ ഒന്നുമല്ല, ഈ സെയിം ഗിഫ്റ്റ് ഉടുപ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അത് ഭയങ്കര ബോറടിയായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ സ്പീഡിലാണ് ചെയ്തത്. ഒരുപാട് കളിപ്പാട്ടങ്ങൾ, കൂടുതലായിട്ട് ഡ്രസ്സ്, അതുപോലെ തന്നെ പിയാനോ, പിന്നെ കാറ്, സൈക്കിള്, അങ്ങനത്തെ ഐറ്റംസാണ് തോനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഉടുപ്പുകളൊക്കെ ആയാലും അതുപോലെ തന്നെ പാവകളായാലും വണ്ടികളൊക്കെ ആയാലും കുട്ടാപ്പൂന്നായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഇപ്പോഴേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതൽ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. പിന്നെ പാവകളൊന്നും കുട്ടാപ്പൂന് കളിക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പാവകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി കളിക്കാൻ പറ്റുന്നതും ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെയാണ് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വലിയ വലിയ ടെഡി ബെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ യൂസ് ആവില്ല. അപ്പോൾ അതൊക്കെ ഞാനത് ഗിഫ്റ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. കുട്ടാപ്പ് വലുതാവുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കുറേ ഡ്രസ്സുകൾ പാകാവുന്നതുണ്ട്, പാകാവുന്നതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികളൊക്കെ പെട്ടെന്നല്ലേ വലുതാവുക. അതുപോലെ കുട്ടാപ്പിന് ഇരിക്കാനുള്ള ചെയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേര്
അപ്പോൾ കുട്ടാപ്പൂൻ്റെ പിറന്നാൾ നല്ല അടിപൊളി ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഗിഫ്റ്റൊക്കെ അൺബോക്സിങ്ങും ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വെറൈറ്റി ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. പിന്നെന്താ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.